ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഡേറ്റ് ഫെബ്രുവരി 24, സമയം ഏകദേശം 9:36 ആയിട്ടുണ്ട്. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു, ദെൻ ഒരു പുൾ ബാക്ക് ഇവിടെ നടത്തിയിട്ട് കാണാം. ആൻഡ് ഇന്ത്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നല്ലൊരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് മാർക്കറ്റിലുള്ളത്. ഇന്ന് ഓപ്പണിംഗ് ചെയ്തത് ഇപ്പം നിഫ്റ്റി നോക്കുവാണെങ്കിലും ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു. ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ, നാരോ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് പുട്ട് ഓപ്ഷനിലാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഇപ്പം ഈ ഒരു ഡേ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത്, ആ ഒരു ഡേ ലോൻ്റെ അടുത്ത് അതേ സെയിം ലൊക്കേഷനിൽ തന്നെ ഇന്നത്തെ ഒരു ADR ലെവൽ കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലൊരു സെല്ലിംഗ് മൊമെൻറ്റം മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ ജസ്റ്റ് ഒരു ലോട്ട് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ്, സ്ട്രിക്ട്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ ബാക്കിയുള്ള ആൾക്കാർ പേടിച്ചിരിക്കുമായിരിക്കും ഒരു സെൽ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ആ ഒരു ലൊക്കേഷനിൽ എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു ഒരു സെൽ എൻട്രി ഞാനിവിടെ എടുക്കുവാണ്. ബാങ്ക് നിഫ്റ്റി 48,500 പുട്ട് ഓപ്ഷൻ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ 1 ലോട്ട് ഇവിടെ പെർസെൻറ്റേജിലാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഞാനത് പെർസെൻറ്റേജ് മാറ്റി മണി. ഓക്കെ, സോ 1 ലോട്ട് ചെറിയൊരു പ്രോഫിറ്റ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. എനിക്ക് തോന്നുന്നു കറക്റ്റ് ടൈമിങ്ങിലാണ് അവർ എൻട്രി എടുത്തിരിക്കുന്നത് എന്നുള്ളത്. സോ അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഷുവറാണ്. ആൻഡ് എൻട്രി എടുത്ത റീസൺ വളരെ സിമ്പിളാണ്. മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണുള്ളത്, ബീറിഷ് മാർക്കറ്റ് ആണുള്ളത്. അപ്പം പുൾ ബാക്ക് ട്രേഡിങ് വളരെ ഈസിയാണ്. പുൾ ബാക്കിൽ കൂടുതലും സെല്ലേഴ്സ് വന്ന് ആക്റ്റീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ സപ്പോർട്ടൊക്കെ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് വരുന്ന സമയത്ത് സപ്പോർട്ടൊക്കെ ഈസിലി ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം സപ്പോർട്ടിൽ ബയേഴ്സിനൊരു പേടി ഉണ്ടാവും ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്പോർട്ടൊക്കെ വളരെ ഈസി ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഒരു ബീറിഷ് ട്രെൻഡിൽ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. ഓക്കെ, വളരെ ആ ഒരു അത്ര സ്ട്രോങ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു റീസൺ കൂടിയുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രേഡിംഗ് ലോജിക്ക്. ഓക്കെ, അപ്പോൾ ട്രേഡ് എടുത്ത ഉടനെ തന്നെ മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് ക്യാൻഡിൽ, ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഡേ ലോ സ്പോട്ട് ചാർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്, പ്രീമിയം മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വളരെ പേഷ്യൻ്റായിട്ട് കാമായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. വാച്ച് ചെയ്യുക, പ്രോഫിറ്റ് അല്ല വാച്ച് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിലുള്ള പ്രീമിയം ചാർട്ട്, സ്പോട്ടിൻ്റെ ചാർട്ട്, നമ്മൾ സ്പോട്ട് ചാർട്ട് നോക്കിയിട്ടാണല്ലോ എൻട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പോട്ട് ചാർട്ട് നോക്കിയിരിക്കുക. അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് പ്രീമിയത്തിൻ്റെ ചാർട്ട് കൂടി നോക്കാം. കാരണം പ്രീമിയത്തിൽ ഉണ്ടാകുന്ന സ്പൈക്കുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പ്രീമിയത്തിൻ്റെ ചാർട്ട് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, സോ വാച്ച് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഇതിപ്പം ഫയേഴ്സാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് 1 ലോട്ട് ചെയ്തിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈമിൽ ഞാൻ വേറെ ബ്രോക്കറിൽ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി കാമായിട്ട് വാച്ച് ചെയ്യുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു വീണ്ടും ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ ബാങ്ക് നിഫ്റ്റി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലെവലിലാണ് ഇപ്പം ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ അതുകൂടി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു മോർണിംഗിൽ. അപ്പോൾ നല്ലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. സോ വെയിറ്റിംഗ്. ആൻഡ് ഇപ്പം ബാങ്ക് നിഫ്റ്റിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒരു ലോട്ടിൽ നമുക്ക്, ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഒരു അത്യാവശ്യം ഒരു വളാറ്റൽ മാർക്കറ്റിൽ ഒരു 80 to 100 പോയിൻ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കണം. സ്കാൾപ്പിംഗ് ഒഴികെ, സ്കാൾപ്പിംഗ് നമ്മൾ വളരെ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നമ്മൾ സ്കാൾപ്പിംഗ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഇൻട്രാഡേ ട്രേഡ് എന്ന രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഒരു 80 to 100 പോയിൻ്റ്, ഒരു ഹൈ വോളാറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ കുറച്ചധികം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മണി അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, മണി മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. നിയർലി ഒരു 50 പോയിൻറ്റിനടുത്ത് പ്രോഫിറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഡേ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തു. ദെൻ ADR ലെവൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു ADR ലെവൽ കൂടി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് അതിൻ്റെ താഴെ ഒരുപാട് സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവും. റൈറ്റ്, ADRലൊക്കെ ബൈ ചെയ്ത ആൾക്കാർ SL അതിൻ്റെ താഴെ ഉണ്ടാവും. അപ്പോൾ അതുകൂടി ഹിറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ വീണ്ടും ഫർദർ കിക്ക് അപ്പ് സൈഡ്, ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ഞാനൊന്ന് വെയിറ്റ് ചെയ്യുവാണ്. ആൻഡ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ്, ഞാൻ എപ്പോഴും ഒരു 1:1 മിനിമം എന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. 1:1 മിനിമം. ഓക്കെ, സോ ഞാനിവിടെ എക്സ്പെക്റ്റ് ചെയ്ത ഒരു സ്റ്റോപ്പ് ലോസ് ഒരു 80 പോയിൻ്റ് പ്രീമിയത്തിൽ. ഓക്കെ, ഇപ്പം ഓൾറെഡി ആ ഒരു 1:1 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു നല്ലൊരു മാർക്കറ്റാണ്, നല്ല രീതിയിൽ താഴോട്ട് പോകുന്നുണ്ട്. പിന്നെന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഞാനിപ്പം ഇപ്പോൾ ഒരു ലോട്ടാണുള്ളത്. ആൻഡ് ഇപ്പം ഞാൻ മൾട്ടിപ്പിൾ ലോട്ട്സ്, ഒരു 100 ലോട്ടോ ഒരു 500 ലോട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അറ്റ്ലീസ്റ്റ് പ്രീമിയത്തിലൊരു സ്പൈക്ക് വരുന്ന സമയത്ത് പാർഷ്യലി
പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, 50% ബുക്ക് ചെയ്യും, ബാക്കിയുള്ളത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും എന്ന രീതിയിൽ ഞാൻ ചെയ്യും. ഇവിടെ 1 ലോട്ട് ആണെങ്കിൽ എനിക്ക് മാക്സിമം വെയിറ്റ് ചെയ്യാം. ആൻഡ് ആ ഒരു ടാർഗറ്റ് ഇവിടെ ഓൾറെഡി ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഒന്നുകൂടി പ്രീമിയത്തിൽ സ്പൈക്ക് ഉണ്ടാവും. റൈറ്റ്. അപ്പോൾ പ്രോഫിറ്റിന് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും പല ആൾക്കാരും പ്രോഫിറ്റിനെ വളരെ പേടിയാണ്. പെട്ടെന്ന് ചെറിയ പ്രോഫിറ്റ് വരുന്ന സമയത്ത് ബുക്ക് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്താണോ ലോസിൽ ചെയ്യുന്നത് അതേ കാര്യം നമ്മൾ പ്രോഫിറ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റിവേഴ്സ് സൈക്കോളജി. റൈറ്റ്. പല ആൾക്കാർ ലോസിൽ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. അതേ സെയിം കാര്യം നമ്മൾ പ്രോഫിറ്റിൽ വെയിറ്റ് ചെയ്തിട്ട് ലോസ് വരുന്ന സമയത്ത് ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലോസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രേഡ് പെർ ലിമിറ്റ് വരുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ലോസ് പെർ ലിമിറ്റ് വരുന്ന സമയത്ത്. ഓക്കെ. സോ അഗെയിൻ നല്ലൊരു മൂവ്മെൻറ്റ് ആൻഡ് നിയർലി 100 പോയിൻറ്റ് എബോവ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 120 പോയിൻറ്റ് അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. സോ വെയിറ്റിംഗ്. അഗെയിൻ അപ്പ് സൈഡ് മൂവ് പ്രീമിയത്തിൽ. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്ട്രിക്ട്ലി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ആൻഡ് ട്രേഡിങ് എപ്പോഴും വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വെറുതെ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം ചെയ്യുക. ആൻഡ് നിയർലി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യാൻ റെഡി ആയിരിക്കാം. നെക്സ്റ്റ് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് വരുന്ന സമയത്ത്. ഓക്കെ. അഗെയിൻ പറയുവാണ് ട്രേഡിങ് വളരെ റിസ്ക്കിയാണ്. ആൻഡ് എസ്പെഷ്യലി ഡെറിവേറ്റീവ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹൈ റിസ്ക്കിയാണ്. വീഡിയോ കണ്ടിട്ട് ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്ത് ട്രേഡ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. വാച്ച് ചെയ്യുക, പഠിക്കുക. നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു ബാക്കപ്പ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. ആൻഡ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു ADR ലെവലിൻ്റെ താഴെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സിറ്റ് ചെയ്യുവാണ്. യെസ്. സോ എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യുവാണ്. നിയർലി ഒരു 140 പോയിൻ്റ് അടുത്ത്. റൈറ്റ്. 140 പോയിൻ്റ് അടുത്ത് പ്രോഫിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. 48,500ൻ്റെ പുട്ട് ഓപ്ഷൻ. യെസ്. സോ ഞാനിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നിയർലി 140 പോയിൻറ്റിൻ്റെ അടുത്ത്. റൈറ്റ്. സോ അവർ എൻട്രി എടുത്തിട്ട് എക്സാക്ട്ലി എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മൊമെൻറ്റിൽ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ മാർക്കറ്റ് താഴോട്ട് ഫാൾ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ട്രേഡ് മാത്രമേ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ എടുത്തിട്ടുള്ളൂ. ആൻഡ് മറ്റേ അക്കൗണ്ടിലും സെയിം ട്രേഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിയർലി ഒരു 140 പോയിൻ്റ് അടുത്ത്. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി വേറൊരു ട്രേഡ് ഇല്ല. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ ബൈ. താങ്ക് യു.